ദേവി, നീ എന്താ ആലോചിക്കുന്നേ? അമ്മയെ പറ്റി ചിന്തിച്ചതാ നന്ദു. എന്താ? നന്ദു, അമ്മയുടെ രീതികളും അമ്മയ്ക്ക് വന്ന മാറ്റങ്ങളും ശ്രദ്ധിച്ചോ? പഴയ ഭയമൊക്കെ അമ്മയെ വിട്ടു പോയിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് നേരിടുന്നു. മറ്റാശ്രയങ്ങളൊന്നും ഇല്ലാതാവുമ്പോ എല്ലാവർക്കും ഒരു ധൈര്യം വരില്ലേ ദേവി? അതായിരിക്കാം. എന്തായാലും അമ്മ ഇപ്പൊ ഒരു ഗെയിമിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലെയാ കാര്യങ്ങൾ നീക്കുന്നത്. അച്ഛനെ പോലീസ് വിട്ടയച്ചതിന് പിന്നാലെ അമ്മ നമ്മളെ വിളിച്ച് പറഞ്ഞത് ത്യാഗരാജൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും, നിങ്ങള് ഇങ്ങോട്ട് വരണമെന്നല്ലേ. എല്ലാം കൃത്യമായിട്ട് സംഭവിക്കുന്നു. എന്താ രണ്ടുപേരും കൂടെ സ്വകാര്യം പറച്ചില്ല? അമ്മയുടെ രീതികളിൽ വന്ന മാറ്റം പറയായിരുന്നു. ഇതിനിടയില് അമ്മയ്ക്ക് വല്ലാത്ത ധൈര്യം കിട്ടിയിരിക്കുന്നു. ഞാനത് ശ്രദ്ധിച്ചു. ഒരാൾക്ക് പെട്ടെന്ന് ശക്തിയും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവണമെങ്കിൽ പിറകിലൊരു ശക്തനുണ്ടായിരിക്കണം. തീർച്ചയായും മേഡത്തിന് പിറകിൽ ഒരാളുണ്ട്. അദൃശ്യനായി നിന്ന് കാര്യങ്ങൾ നീക്കുന്ന ഒരാൾ. ചന്ദ്രോത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ദിവസങ്ങളിൽ ആദ്യമൊക്കെ മേഡം ഒരുമാതിരി മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ 100% ധൈര്യത്തോടെ നിൽക്കുന്നത്. ത്യാഗരാജനെ കാണാതായതിന് പുറകിൽ വാസ്തവത്തിൽ എന്തായിരിക്കും ഗിരീഷേട്ട സംഭവിച്ചത്? ത്യാഗരാജൻ തിരിച്ചു വരുമെന്നൊക്കെ അമ്മ എന്ത് അടിസ്ഥാനത്തിലാ പറഞ്ഞിട്ടുണ്ടാവുക? ഇനി ജയിലിൽ അച്ഛന് പരിചയമുള്ള ഏതെങ്കിലും ആൾക്കാരുടെ ബന്ധം ഉപയോഗിച്ച് കാണുമോ? അതെങ്ങനെ പറയാൻ പറ്റും ദേവിക? തൽക്കാലം മേഡം ഇതുപോലെ ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോട്ടെ. എന്തായാലും അമ്മ ഇപ്പൊ പഴയ ആളല്ല. ഒരു പുതിയ ബലം അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. ത്യാഗരാജൻ കേസിലെ അമ്മയുടെ ഇടപെടല് കൃത്യമായൊരു ഉദാഹരണം. എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേഡം പറയും. അതുവരെ നമ്മളായിട്ടൊന്നും ചോദിക്കാൻ പോണ്ട. സിദ്ധാർത്ഥൻ സാറിന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നീക്കട്ടെ എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ, അല്ലേ? ഗിരീഷേട്ടൻ പറഞ്ഞു നേരെ. അമ്മ എന്ത് മനസ്സിൽ കണ്ടിട്ടാണോ നിൽക്കുന്നേ അത് നേടിയെടുക്കട്ടെ.